ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. മെസ്സേജസ് നിങ്ങൾക്ക് ഏതാണ് റെസൊനേറ്റ് ആവണമെന്ന് വെച്ചാൽ ആ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണലായി റീഡിംഗ് വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ കൂടെ ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് വേണമെച്ചാൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു വാട്സാപ്പ് ചാറ്റിൻ്റെ ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് എൻ്റെ കൂടെ ചാറ്റ് ചെയ്യാം. ആൻഡ് അവിടെ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഈ ചാനലിനെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ എനിക്ക് നിങ്ങളുടെ എനർജി കൂടിയും ടാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് ഒക്ടോബറുടെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, നിങ്ങളുടെ എന്താ മന്ത്ലി ഒക്ടോബർ മെസ്സേജ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ് ടോറസിന് വേണ്ടിയിട്ട്? ടോറസിൻ്റെ പാസ്റ്റ് എനർജിയാണ് ഹൈ പ്രീസ്റ്റസ്. ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് എനർജി ഒക്ടോബറുടെ എന്താണ്? കറണ്ട് എനർജി ആണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഫ്യൂച്ചർ എനർജി ടോറസിന് വേണ്ടിയിട്ട്, ടോറസിൻ്റെ ഫ്യൂച്ചർ എനർജിയാണ് 7 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? ഒക്ടോബർ മാസത്തിൻ്റെ ചാലഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 സോർഡ്സ്. നിങ്ങളുടെ അഡ്വൈസ്, ഒക്ടോബർ മാസത്തിൻ്റെ അഡ്വൈസ് ആണ് നിങ്ങൾക്ക് എംപറർ. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ എന്താണ്? ഒക്ടോബർ മാസത്തിൻ്റെ ഹിഡൻ ഫാക്ടറാണ് നിങ്ങൾക്ക് 7 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജി, ഒക്ടോബർ മാസത്തിൻ്റെ ഓവറോൾ എനർജിയാണ് 9 ഓഫ് വാൻഡ്സ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ കാണുക. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഓവറോൾ എനർജി 9 ഓഫ് വാൻഡ്സ് ആണ്. 9 ഓഫ് വാൻഡ്സ് ഒരു ഫിയറിൻ്റെ എനർജിയാണ് ആക്ച്വലി. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ മുമ്പേയും ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അത്ര പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവാത്ത സമയം നിങ്ങൾ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, കുറേ ഹാർട്ട് ബ്രേക്കിംഗ് മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം ആ സെയിം സിറ്റുവേഷനെ ഫേസ് ചെയ്യണം എന്നില്ല. നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് എനർജിയിലാണ്. നിങ്ങൾക്ക് ഒരു പേടിയുണ്ട് എപ്പോഴും. ആദ്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമോ? അപ്പോൾ അങ്ങനത്തെ ഒരു കുറച്ചൊരു ഒരു റിസർവ്ഡ് ആയിട്ടാണ് നിങ്ങൾ ഈ മാസം ഞാൻ കാണുന്നത്. നമ്മൾക്കത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ 9 ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? എന്തുകൊണ്ടാണ് 9 ഓഫ് വാൻഡ്സ് കാണുന്നത്? ഞാൻ പറഞ്ഞ മാതിരി റീസെൻ്റ്ലി ആയിരിക്കാം എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുറേ എനർജി അപ്പ് ആൻഡ് ഡൗൺ ആണ്, പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ എനർജി ആയിരുന്നില്ല. അപ്പം നിങ്ങൾ അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഒരു സ്റ്റേബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് പോണത്. പക്ഷേ ആ ട്രാൻസ്ഫോർമേഷൻ ഉള്ള എനർജിയിലാണ് നിങ്ങളുടെ ലൈഫിൽ കുറേ വലിയ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് ഈ മാസം. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു നെർവസ് ആവണേ, കുറച്ചൊരു ആങ്സൈറ്റി ഉണ്ടാവുന്നത്. എന്നുവെച്ചാൽ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാൽ ഒരു ചേഞ്ച് വരണ എനർജിയാണ്. ആൻഡ് നിങ്ങൾക്കിപ്പോൾ അറിയില്ല മുമ്പോട്ട് പോയാൽ എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ അതൊരു കുറച്ചൊരു ആങ്സൈറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡായി ഇരിക്കണത്. എന്നുവെച്ചാൽ എന്താ ഇപ്പോൾ ഉണ്ടാവാൻ പോണെന്ന് അറിയാത്തതുകൊണ്ട്, എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക അത് പറഞ്ഞാൽ അതിൻ്റെ ഒരു നെർവസ്നെസ് ആണ്. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് കുറേ ഒരു സ്റ്റേബിൾ എനർജിയാണ്. ഇത് ഇൻഫാക്ട് നിങ്ങളുടെ തന്നെ കാർഡാണ്, ടോറസ് എനർജി. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ ഈ മാസം നിങ്ങൾ
കുറെ സെക്യൂറായി ഫീൽ ചെയ്യും, നിങ്ങൾ കുറെ സ്റ്റേബിളായി ഫീൽ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ, ഫിനാൻസസിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, റിലേഷൻഷിപ്സിൽ, എല്ലാത്തിലും ഒരുമാതിരി ഒരു പീസ്ഫുൾ എനർജിയാണ് ഞാൻ കാണുന്നത്. ഇൻഫാക്ട് കുറെ ഒരു പവർഫുൾ എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും ഒത്തൻറ്റിക് സെൽഫാണ് ഈ മാസം ഉണ്ടാവാൻ, ആ എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ചാലഞ്ചസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തത് ഒരു പാസ്റ്റ് കാര്യമാണ്. ഇപ്പോൾ വരാൻ പോണ സമയം കുറേയും കൂടിയും സ്റ്റേബിൾ ആണ്. ആൻഡ് ഫിനാൻഷ്യലിയും അങ്ങനെയാണ്, ലവ് ലൈഫിലും അങ്ങനെ തന്നെയാണ്. ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് ആദ്യം ആ സെയിം എനർജിയാണ്, കുറച്ചൊരു റെക്ലൂസീവ് എനർജി, കൂടുതൽ സോഷ്യലൈസ് ചെയ്യാത്ത എനർജി, മേ ബി ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെയൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ കുറെ സൈലന്റ് ആയി എനർജിയാണ് ഇത്. ഹൈ പ്രീസ്റ്റസ് ഒരു ഇമോഷൻസിന്റെ എനർജിയാണ്, പക്ഷെ നിങ്ങൾ ആ ഇമോഷൻസ് ഒന്നും ഷെയർ ചെയ്യാത്ത എനർജിയിലായിരുന്നു. അപ്പോൾ കുറെ ഒരു പ്രൈവറ്റ് ആയി എനർജിയാണ് ഹൈ പ്രീസ്റ്റസ്. ഹൈ പ്രീസ്റ്റസ് ചിലപ്പോൾ സീക്രറ്റ്സിന്റെ എനർജി കൂടിയാണ്. അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ സീക്രട്ട് ആയി വെക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് കൂടിയും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ അടുക്ക മേ ബി ചിലവർ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷെ ഇത് നിങ്ങൾ സീക്രട്ടായി വെച്ചു, ഓറൽസ് ഇതൊരു സീക്രട്ട് അഫെയർ ആയിരിക്കാം. പക്ഷെ ഇതിൽ എന്തോ ഒരു ചേഞ്ച് ഉണ്ടായി, ഇതിലൊരു എൻഡിങ് ഉണ്ടായി. ഓക്കെ, ഡെത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തോ ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് ഉണ്ടായി, ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ചേഞ്ച് ഉണ്ടായതുകൊണ്ട് ആ റിലേഷൻഷിപ്പിനെ അത് എഫക്ട് ചെയ്തു. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി. അപ്പൊ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഒരു സ്റ്റേബിലിറ്റിയുടെ എനർജിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഈ മാസം കുറച്ചുകൂടിയും ഒരു സ്റ്റേബിളായി ഫീൽ ചെയ്യാൻ തുടങ്ങും. എസ്പെഷ്യലി ലവ് റിലേഷൻഷിപ്സിൽ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സണും വരാൻ ചാൻസസ് ഉണ്ട്. ജെമിനൈ എനർജി ഉണ്ട് ഇവിടെ, ആൻഡ് വെർഗോ എനർജിയും കൂടി ഉണ്ട്. 8 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഇത് നിങ്ങളുടെ ജോലിയുടെ ത്രൂ ആയിരിക്കും നിങ്ങൾ ഈ പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യണത്. അതല്ല വെച്ചാൽ നിങ്ങളുടെ സെയിം പാർട്ട്ണറുടെ കൂടെ ഒരു റെന്യൂവലിന്റെ ചാൻസും ഉണ്ട്. അപ്പോൾ ഈ മാസം നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ചില കേസസിൽ ഇതൊരു റെന്യൂവലും ആവാം. 7 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ 7 ഓഫ് വാൻഡ്സ് ഒരു ബ്ലോക്കേജിന്റെ എനർജിയാണ്, ചാലഞ്ചസിന്റെ എനർജിയാണ്. അപ്പോൾ ഈ 7 ഓഫ് വാൻഡ്സ് എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? അപ്പൊ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ആ പുതിയ ബിഗിനിങ്ങിൽ കുറച്ച് ചാലഞ്ചസും ഉണ്ടാവും, ചില ബ്ലോക്കേജസ് ഉണ്ടാവും. ഇത് പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഓറൽസ് ഒരു പുതിയ ജോലി ആയിരിക്കാം. നിങ്ങൾ എന്തോ സ്റ്റെബിലിറ്റിയാണ് എക്സ്പെക്ട് ചെയ്യണത്, പക്ഷെ കുറച്ച് ചാലഞ്ചസ് ഉണ്ട് ഇവിടെ. ആ ചാലഞ്ചസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. എന്താണ് ഈ ചാലഞ്ചസ് ഉണ്ടാവണേ? 2 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ചില ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും, ഓറൽസ് നിങ്ങൾക്ക് ഈ ചാലഞ്ചസ് ഉണ്ടായതുകൊണ്ട് കുറച്ചൊരു ഡിലേ ചെയ്യേണ്ടി വരും നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ. പക്ഷെ അത് അത്ര വലിയ ചാലഞ്ച് അല്ല. ഓക്കെ, ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. മേ ബി ഒരു ഫയർ സൈൻ നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ ജോബിലോ ഇല്ലാച്ച നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ എന്തോ ഒരു ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്, ഇല്ലാച്ച എന്തോ അവർ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അത്ര വലിയ കാര്യമല്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 4 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഒക്ടോബറുടെ ചാലഞ്ച് അഗൈൻ ഹീലിംഗ് എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്, ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സന്റെ കൂടെ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ അതൊരു ചാലഞ്ച് ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലാച്ചാൽ കുറച്ച് ഹെൽത്ത് സൂക്ഷിക്കുക, ഹെൽത്തും ഒരു ചാലഞ്ച് ആവാൻ വഴിയുണ്ട് ഈ മാസം. 3 ഓഫ് വാൻഡ്സ്. അപ്പോൾ ചില കേസസിൽ ഇതൊരു ഞാൻ പറഞ്ഞ മാതിരി എന്തോ നിങ്ങൾ പ്ലാൻ ചെയ്യണ്ടായിരുന്നു, പക്ഷെ അതിലൊരു ഡിലേ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഫ്യൂച്ചറും അതന്നെ പറഞ്ഞ ചില ബ്ലോക്കേജസ് ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ പ്ലാൻ കുറച്ചൊരു ഡിലേ ആവണം. പക്ഷെ ആ വെയിറ്റിംഗ് പീരീഡ് ആണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഇപ്പൊ നെക്സ്റ്റ് എന്താ ഉണ്ടാവാൻ പോണേ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ മാതിരി കുറച്ചൊരു ഫിയർ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ, അത് ഇത് വർക്ക്ഔട്ട് ചെയ്യില്ലേ, എന്താ ഉണ്ടാവുക. അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡ് കുറച്ചൊരു ചാലഞ്ചിങ് സമയമാവാം. എന്ന് വെച്ചാൽ എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്ന് അറിയാണ്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. എംപറർ ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ എംപറർ ഒരു കലീഗ് ആവില്ല, പക്ഷെ ഒരു മെന്റോർ മാതിരി ഒരു പേഴ്സൺ ആവാം, ബോസ് ആവാം,
ഇല്ലാച്ച നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒരു എൽഡർലി പേഴ്സൺ ആവാം, ഓറൽസ് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ സർക്കിളിൽ തന്നെ കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ് പേഴ്സൺ ആവാം. ഈ പേഴ്സണിന്റെ ഹെൽപ്പ് എടുത്താൽ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനിൽ കുറച്ചുകൂടിയും ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഈ പേഴ്സൺ എങ്ങനെയോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് ഒക്ടോബർ മാസത്തിൽ. 10 of Swords ഉണ്ട് ഇവിടെ. 10 of Swords എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? 5 of Wands. അപ്പൊ ഇവിടെ ഇന്റർഫിയറൻസ് ഉണ്ട്. അപ്പൊ ഈ ഞാൻ പറഞ്ഞ മാതിരി ഈ എംപറർ ഇത് ഫ്രണ്ട് ആവണം എന്നില്ല. ഇത് ഒരു മേ ബി ആരോ നിങ്ങളുടെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യാൻ നോക്കുന്നുണ്ട്, അതായിരിക്കാം. എന്നുവെച്ചാൽ എനിക്ക് തോന്നി ഇതൊരു ഫ്രണ്ട് ആണെന്ന്. പക്ഷെ ഈ പേഴ്സൺ അഡ്വൈസിൽ എന്താ വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു വാർണിംഗ് ആണ് തരണത്, ഒരു സിഗ്നൽ ആണ് തരണത്. എന്നുവെച്ചാൽ ഈ പേഴ്സണിന്റെ ഇന്റൻഷൻസ് ശരിയല്ല. അവർ 10 of Swords 5 of Wands ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തോ ഒരു ഏരീസ് എനർജിയാണ് ഇത്. പക്ഷെ ഈ പേഴ്സൺ എങ്ങനെയോ നിങ്ങളുടെ സക്സസിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ ഓറൽസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെയോ ഈ പേഴ്സൺ ഇന്റർഫിയർ ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പിനെ തകരാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ചാൽ ഇതൊരു ഫാദർ ഫിഗർ ആവാം, ഓക്കെ, ഫാമിലി മെമ്പർ ആവാം, ഫ്രണ്ടും ആവാം. പക്ഷേ ഇത് ജോബാണെന്ന് വെച്ചാൽ ഇതൊരു ബോസ് ഇല്ലച്ച ഒരു സുപ്പീരിയർ പേഴ്സൺ, പറഞ്ഞാൽ നിങ്ങളെക്കാട്ടിലും കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ്ഡ് ആയ പേഴ്സൺ ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സൺ എന്നുവെച്ചാൽ 10 of Swords ഒരു ബിട്രിയലുടെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ബിട്രിയൽ ആണ് കാണുന്നത്. നിങ്ങൾ ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യും, പക്ഷെ ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങളുടെ അഗൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കുക. 7 of Swords ആണ് ഹിഡൻ ഫാക്ടർ. അപ്പോൾ നിങ്ങൾക്ക് അറിയാണ്ട് എന്തോ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് അറിയില്ല ഇപ്പോൾ, പക്ഷെ ഇത് റിവീൽ ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒക്ടോബറിൽ ആരോ നിങ്ങളുടെ അഗൻസ്റ്റ് ആയി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഹിഡൻ ഫാക്ടറിൽ ഉള്ളത്. എന്നുവെച്ചാൽ നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്ക് മേ ബി ഇത് അറിയില്ല, ഇത് ഒരു ഫ്രണ്ട് ആയിരിക്കാം. അഗൈൻ എനിക്ക് ആ സെയിം മെസ്സേജ് ആണ് കിട്ടുന്നത്. നിങ്ങൾ ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യണ പേഴ്സൺ ആണ് ഇത്. ആൻഡ് അവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ബിട്രിയൽ ഉണ്ടാവുമ്പോൾ കുറച്ചൊരു ഷോക്ക് ആവും നിങ്ങൾക്ക്. 3 of Cups ആൻഡ് ഫൂൾ റിവേഴ്സിലാണ്. അപ്പോൾ ഫൂൾ ഏരീസ് എനർജിയാണ് ആദ്യം. പക്ഷെ ഈ പേഴ്സൺ കുറെ ഒരു ഇമ്പൾസീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, ഇല്ലാച്ച കുറെ ഒരു ഫുളിഷ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. പക്ഷെ ഇതെന്തോ ഒരു കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സൺ എക്സ്പോസ് ആവാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയും ഈ പേഴ്സൺ ആരാണെന്ന്. അപ്പൊ നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് നോക്കാം. ഔട്ട്കം ഒക്ടോബർ മാസത്തിന്റെ 5 of Swords ആണ്. അപ്പൊ അഗൈൻ 5 of Swords ഒരു നെഗറ്റീവ് കാർഡാണ്. ഇത് ആദ്യം ഞാൻ പറഞ്ഞ മാതിരി ചിലവര് നിങ്ങളുടെ സക്സസ് കണ്ടിട്ട് ജലസ് ആയിട്ട് എന്തോ നിങ്ങളെ സാബോട്ടാജ് ചെയ്യാനാണ് ട്രൈ ചെയ്യണത്. ഇത് നിങ്ങളുടെ കരിയറിലും ആവാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ആവാം. ഇത് ജലസ് ആൾക്കാരാണ്, ജലസി, നെഗറ്റീവായി വിചാരിക്കണ ആൾക്കാർ, പറഞ്ഞാൽ നെഗറ്റീവ് എനർജീസ് ആണ് ഇത്. ഇവര് നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ ലൈഫിൽ നടക്കണ കാര്യമൊക്കെ അറിഞ്ഞിട്ട് കുറെ ജലസ് ആയിട്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യണത്. അപ്പോൾ ഇതൊരു അത്ര വലിയ കാര്യമല്ല, പേടിപ്പിക്കാനല്ല ഞാൻ ട്രൈ ചെയ്യണത്. പക്ഷെ ഇത് ചിലവരെ ഇങ്ങനെ ഗോസിപ്പ് ചെയ്യുക, പിന്നെ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഓഫീസ് ഗോസിപ്പോ ഇല്ലാച്ച ഫാമിലിയുടെ ഇടയ്ക്ക് ആൾക്കാരെന്തോ നിങ്ങളെ കുറിച്ച് പറയുക, നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ച് പറയുക, അങ്ങനെ ഒരു കുറെ ഒരു ഇറിറ്റേറ്റിംഗ് മാതിരി ആൾക്കാരാണ്. അപ്പൊ കുറച്ച് സൂക്ഷിക്കുക. അങ്ങനത്തെ ആൾക്കാർ ആരാണെന്ന് മനസ്സിലായ കുറച്ച് ഡിസ്റ്റൻസ് വെക്കുക. 5 of Swords എന്താണ് ഇവിടെ? Knight of Wands ഉണ്ട് ഇവിടെ. ആൻഡ് 9 of Swords. അപ്പൊ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഇതിനെ. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ഇവര് നിങ്ങളുടെ എന്തോ ലൈഫിൽ എങ്ങനെയോ ഇന്റർഫിയർ ചെയ്തിട്ടാണ് അവര് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് തരണത്. പക്ഷെ കുറച്ച് കാമായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുക. സ്ട്രെസ് എടുത്തിട്ടും കാര്യമില്ല. അവർക്ക് പറയണത് അവരൊക്കെ പറയും. പക്ഷെ കുറച്ച് നിങ്ങൾ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് കുറെ ഇൻഫർമേഷൻ കൊടുക്കണ്ട. പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്താ നടക്കണേ അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ലിമിറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ അവിടുന്ന് ഇൻഫർമേഷൻ എടുത്തിട്ടായിരിക്കും നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയുണ്ടാവുക വേൾഡ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ എക്സ്പോസ് ആവാൻ പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ മെസ്സേജ്. വേൾഡ് എന്ന് വെച്ചാൽ ഒരു ഡിഫിക്കൾട്ട് സൈക്കിളിൽ വിട്ടിട്ട് നിങ്ങൾ
ന്യൂ ബിഗിനിങ്ങിലേക്കാണ് പോണത്. അപ്പോൾ ചിലവർക്ക് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യും, ചില ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഞാൻ കാണേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാൻ വഴിയുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒക്ടോബറിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ടോറസ് നിങ്ങളുടെ റീഡിങ് ഒക്ടോബർ മാസത്തിൻ്റെ. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പ്രൈവറ്റായി റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യാൻ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. ഞാൻ വീഡിയോയുടെ മുമ്പേ ഇൻട്രൊഡക്ഷനിലും എങ്ങനെ കോൺടാക്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണിച്ചാൽ തിരിച്ച് ആ ഇൻട്രൊഡക്ഷൻ നോക്കിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എന്നെ ഡീറ്റെയിൽസ് വേണം വെച്ചാൽ അവിടെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.